വെൽക്കം ടു മൈ പോക്കറ്റ്. അങ്ങനെ പറയണോ? വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് 5 മിനിറ്റ് 6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റ്, ഒരു റീട്രാക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. കുറേ മുന്നേയൊക്കെ ഞാൻ കുറേ തവണ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് കുറേ നാളായി ഇപ്പം ആ ഒരു ടച്ചൊക്കെ വിട്ടിട്ട്. സോ കുറച്ച് കാര്യങ്ങളാണെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് പഴയതുപോലെ ആ ട്രാക്കിലേക്കൊന്ന് കയറാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കുഞ്ഞു പരിപാടിയാണിത്. എനിക്ക് 6 മണി തൊട്ട് 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു ക്ലാസ് ഉണ്ടായിരുന്നു. സോ അതാണ് ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത്. സോ ആ 9 മണിക്കും 11:30ക്കും ഇടയിൽ നീണ്ടു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ടൈപ്സ് വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങൾ പറയാം. ഞാൻ വിചാരിക്കുന്നത് വീക്കെൻഡ്സിൽ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നാണ്. സോ DIY പ്രൊജക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ലൈഫ് സ്റ്റൈൽ ത്രൂ കാര്യങ്ങളാണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യും വീക്കെൻഡിൽ. സോ അതെല്ലാവരും എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ള സജഷൻസ് പറയാം. സോ ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരു ജേർണലിങ് ചെയ്യണം. പിന്നെ എനിക്കൊരു ടെംബ്ലറിൻ്റെ ഓർഡർ ഉണ്ട്. സോ അതും ഒന്ന് ചെയ്തു വെക്കണം. സോ ഫസ്റ്റ് നമുക്ക് ടെംബ്ലറിൻ്റെ ഓർഡർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ സ്റ്റെപ്സും ഒക്കെ വളരെ കൃത്യമായി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് ഞാനത് ചെയ്തും ഔട്ട് കൊണ്ട് വന്നിട്ടുണ്ട്. ബട്ട് വിനിയലിൻ്റെ കുഴപ്പമാണോ ടെംബ്ലറിൻ്റെ കുഴപ്പമാണോ അതോ ഞാൻ ചെയ്തതിൻ്റെ കുഴപ്പമാണോ എന്ന് മനസ്സിലാകാതെ ഞാൻ ചെയ്ത ഈ ഡിസൈന് ടെംബ്ലറിൽ സ്റ്റിക്ക് ആവണില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എത്ര നോക്കിയിട്ടും ടെംബ്ലറിൽ അത് സ്റ്റിക്ക് ആവണേ ഇല്ല. ഞാൻ കുറേ തവണ ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറേ ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. ടെംബ്ലറിൽ എന്തൊക്കെ ചെയ്തിട്ടും സ്റ്റിക്ക് ആണില്ല. എന്താ അറിയില്ല. ഇനി ടെംബ്ലറിൻ്റെ പ്രശ്നമാണെന്ന് ഓർത്താണ് ഞാനിപ്പോൾ സമാധാനപ്പെട്ടിരിക്കുന്നത്. വീണ്ടും അതൊന്നൂടെ ട്രൈ ചെയ്ത് നോക്കണം. സോ ആ ഒരു കാര്യം ആണ് ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും പറ്റാത്തത്. പക്ഷേ ഞാൻ വേറെ ബേസിലൊക്കെ ഒട്ടിച്ച് നോക്കിയപ്പോൾ അത് നല്ല രീതിയിൽ ഒട്ടുന്നു. പക്ഷേ ഈ ഒരു ടെംബ്ലറിൽ മാത്രം ഒട്ടുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിൽ വേറെ വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ബട്ട് ഇതിലെന്താ ഒട്ടാത്തതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാനത് വിട്ടു. പിന്നെ നമ്മൾ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നും അല്ലെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന വോയിസ് ഓവറൊക്കെ ഓക്കെ ആണോന്നും അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. സോ ഞാൻ ആ വിനിയിൽ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് എൻ്റെ ഐപാഡിൻ്റെ ബാക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ ഒരു ബുക്ക് ഇത് ഞാൻ 2025 പ്ലാനറിൻ്റെ കൂടെ ജനുവരിയിൽ വാങ്ങിച്ച ബുക്കാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴാണ് പൊട്ടിക്കുന്നത്. ഇതുവരെ ഞാനത് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ട് ഞങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. സോ പിൻട്രസ്റ്റിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലെ പറ്റി സെർച്ച് ചെയ്യും. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബുക്കിൽ വേണ്ട, വെറുതെ ഞാൻ ഇതിൽ നശിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു. ദെൻ നമ്മൾ മുന്നേ ക്ലാസ്മേറ്റിൻ്റെ ഒരു ജേർണൽ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ഓൾറെഡി ഞാൻ എന്തൊക്കെയോ ചെയ്ത് കുളമാക്കി വെച്ചിരിക്കുകയാണ്. സോ അതിൽ തന്നെ ഇപ്പം വലിയ ജേർണലൊക്കെ ചെയ്യാൻ ഒത്തിരി വലിയ പ്രൈസൊക്കെ ഉള്ള ബുക്കൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെയുള്ള ക്ലാസ്മേറ്റിൻ്റെ ബുക്ക്. ക്ലാസ്മേറ്റ് ചീപ്പാണെന്നല്ല, അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വർത്താണ്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബക്കറ്റ് ലിസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും ഫിറ്റ്നസ് ഗോൾസിൻ്റെ കാര്യമാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൻ്റെ കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം മെമ്മറീസിൻ്റെ ആണെങ്കിലും എല്ലാം ഈ ഒരു ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വർത്താണിത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 150 or 200 റുപ്പീസ് ഈ ഒരു ബുക്കിനാവുന്നുള്ളൂ. സോ ജേർണലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് തന്നെ വളരെ വലിയൊരു ബുക്കാണ്. ഇത് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഓക്കെയാണ് കേട്ടോ. സോ ഇന്നത്തെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ എൻ്റെ ജേർണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, കുറേ സ്പേസ് ബാക്കി വന്നു. കാരണം എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അതിലും ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ബുക്കിൽ എന്താ എഴുതേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. സോ ഉള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതി വെച്ച് എനിക്ക് കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് ചെയ്യണം. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന എന്തായാലും എൻ്റെ ആ ഒരു ശ്രദ്ധ പോയി പോകും. അതുകൊണ്ട് ഞാൻ അത് വിട്ട് കളഞ്ഞു. പിന്നീട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ
ഞാൻ 1 വീക്ക് മുന്നേ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട്. കാരണം എനിക്ക് ഇടയ്ക്ക് ക്ലാസ്സിന് വേണ്ടി പോകേണ്ടി വന്നാൽ ഇടയ്ക്കൊരു ഷോർട്ടേജ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നേ ഒരു ദിവസം തന്നെ 3-4 വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നീട് അത് ഒരുമിച്ചിരുന്ന് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് വെക്കാറാണ് പതിവ്. സോ അങ്ങനെ കുറച്ച് ഐറ്റംസ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് വോയിസ് ഓവർ കൊടുക്കണം. പിന്നെ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ തട്ടിക്കൂട്ട് സ്കിൻ കെയറിങ് ഒക്കെ മാത്രമേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി എന്ത് വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ.